السلام عليكم ورحمة الله وبركاته. الحمد لله الرحمن الرحيم، وسعت رحمته الخلائق أجمعين، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه. أعوذ بالله من الشيطان الرجيم. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഈ ഖുതുബയുടെ തുടക്കത്തിൽ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഏറെ അനുഗ്രഹപൂർണമാണ്. അതിനെ നിങ്ങൾ പിന്തുടരുക, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം എന്ന സൂറത്തുൽ അൻആമിലെ 155-ാമത്തെ ആയത്താണ് നമ്മൾ ആമുഖമായി ഓതി വച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതിപ്പോയവരാണ്. ജീവിതത്തിൽ ഒരാൾ നമുക്ക് ചെയ്ത കാരുണ്യം, ജീവിതത്തിൽ ഒരാൾ നമ്മളോട് കാണിച്ച ദയ അല്ലെങ്കിൽ അലിവ്, ആർദ്രത, അതൊന്നും നമ്മൾ ഒരിക്കലും മറക്കാറില്ല. മരണം വരെ മറ്റുള്ളവരോട് അവർ ചെയ്തു തന്ന നന്മകൾക്കൊക്കെ കടപ്പെട്ടവനായി നമ്മൾ ജീവിക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ കാരുണ്യം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ, കരുണം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചു കളഞ്ഞ ലോകസട്ടാവായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വാചാലനാകുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നമുക്ക് ശ്രദ്ധിക്കാനാകും. അള്ളാഹു വിശുദ്ധ ഖുർആനിനെ തുടങ്ങുമ്പോൾ തന്നെ 2 തവണ റഹ്മത്താകുന്ന അവൻ്റെ കാരുണ്യമാകുന്ന മഹാ അത്ഭുതത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം. പരമകാരുണികനായ കരുണാനിധിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണല്ലോ നമ്മളോട് പറഞ്ഞിട്ടുള്ളതും കൽപ്പിച്ചിട്ടുള്ളതും. അമ്പിയാക്കളെ മുഴുവൻ അള്ളാഹു പറഞ്ഞയച്ചത് അല്ലാഹുവല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന ആ ഒരു റിസാലത്ത് പഠിപ്പിക്കാനാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ പറഞ്ഞു വെക്കുമ്പോൾ ആ ആയത്തിന് പൂർത്തീകരണം നൽകുന്നതും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശേഷണത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അവൻ്റെ ഏറ്റവും നല്ല നാമത്തെ എടുത്തു പറഞ്ഞിട്ടാണ്. വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഒരു ഇലാഹാണ്, ഒറ്റ ആരാധ്യനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യനില്ല, അല്ലാഹയല്ലാതെ ഒരു ആരാധ്യനില്ല, ഒരു ഇലാഹില്ല. എങ്ങനെയുള്ള അല്ലാഹ്? അർ റഹ്മാനുർ റഹീം, പരമകാരുണികനായ കരുണാനിധിയായ, തൻ്റെ അടിയാറുകളോട് ഒരുപാട് കരുണ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെ അള്ളാഹു അത്രമേൽ കാരുണ്യമില്ലാതിരിക്കും? എങ്ങനെ അള്ളാഹു റഹ്മത്ത് ചൊരിയാതിരിക്കും? വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു നമുക്ക് നൽകിയത് കാരുണ്യമായിട്ടാണ്. എല്ലാവിധ അന്ധകാരങ്ങളിൽ നിന്നും എല്ലാവിധ മ്ലേച്ഛകളിൽ നിന്നും ഏറ്റവും നല്ല വെള്ളി വെളിച്ചത്തിലേക്ക് അള്ളാഹു നമ്മളെ നയിക്കുന്നത് ആ വിശുദ്ധ ഖുർആനിലൂടെയാണ്. ആ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് റബ്ബ് പറയുന്നത് ഇങ്ങനെ: തൻസീലും മിനർ റഹ്മാനിർ റഹീം, പരമകാരുണികനിൽ നിന്ന്, കരുണാനിധിയായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് ആ വേദഗ്രന്ഥം. അള്ളാഹു റഹ്മത്തായി നൽകിയതാ, അത് പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പറഞ്ഞയച്ചു, അതും ലോകർക്ക് കാരുണ്യമായി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന കാരുണ്യത്തെ അനുഭവിച്ചറിയുന്നവരാണ് മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമ്മളെ പടച്ചു, നമ്മളെ സൃഷ്ടിച്ചു, നമുക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചു. അള്ളാഹു നമ്മളെ പരിപാലിക്കുന്നു, നമുക്ക് വേണ്ടി എല്ലാറ്റിനെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു, കാത്തു സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് എല്ലാം അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള സർവ്വവും അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താൻ. റബ്ബ് പറഞ്ഞല്ലോ, അലം തറ, നീ മനസ്സിലാക്കിയിട്ടില്ലേ, നീ കാണുന്നില്ലേ? അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹു നിനക്ക് കീഴ്പ്പെടുത്തി തന്നത്. ഇവിടെയുള്ള മലകളും ഇവിടെയുള്ള പുഴകളും ഇവിടെയുള്ള എല്ലാ സർവ്വചരാചരങ്ങളും മനുഷ്യ, അത് നിനക്ക് വേണ്ടിയാണ്. വൽ ഫുൽക തജ്രി ഫിൽ ബഹർ,
ബിഅംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, അവൻ്റെ തീരുമാന പ്രകാരം ഒരിക്കലും മുങ്ങിപ്പോകാതെ കപ്പലുകൾ കടലുകളിൽ സമുദ്രങ്ങളിൽ സഞ്ചരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? വയുംസികുസ്സമാ അൻ തഖഅ അലൽ അർദ്, ഈ ഉപരിലോകം, ഭൂമിക്കു മീതെയുള്ളൊരു ഉപരിലോകമുണ്ട്, അത് ഭൂമിയിൽ പതിക്കാതെ അതിനെ പിടിച്ചു നിർത്തുന്നവൻ, അതിനെ പിടിച്ചു നിർത്തുന്നത് നീ കണ്ടിട്ടില്ലേ? അള്ളാഹുവിൻ്റെ അനുമതിയോടെ അള്ളാഹു അതിനെ വീഴാതെ അതിനെ താങ്ങി നിർത്തുന്നത് നീ കണ്ടിട്ടില്ലേ? എന്നിട്ട് റബ്ബായത്ത് നിർത്തി, ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, ജനങ്ങളോട്, മനുഷ്യരോട് അള്ളാഹു അതീവ ദയയുള്ളവനാണ്, അള്ളാഹു ദയാലുവാൻ, അള്ളാഹു കരുണയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം അനുഭവിക്കാത്തവർ ലോകത്താരുമില്ല. എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ രുചിച്ചറിയുന്നവനാണ്. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത്രമേൽ വിശാലവുമാണ്. അള്ളാഹു പറഞ്ഞു, വസിഅത് റഹ്മതി വറഹ്മതി വസിഅത് കുല്ല ഷൈ, എല്ലാറ്റിലും എല്ലാ കാര്യത്തിലും എൻ്റെ റഹ്മത്ത് പൊതിയാതിരുന്നിട്ടില്ല, വിശാലമാവാതിരുന്നിട്ടില്ല, എല്ലാറ്റിലും എൻ്റെ റഹ്മത്ത് വിശാലമായിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിനോട് കാരുണ്യത്തെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അത്രമേൽ ചോദിക്കാതെ അള്ളാഹു നൽകുന്നു. പക്ഷേ ആ റഹ്മത്തിനെ ചോദിച്ച് ശീലിക്കണം. റബ്ബേ എന്നോട് കരുണ കാണിക്കണേ, റബ്ബേ എനിക്ക് റഹ്മത്ത് തരണേ. കാരണം റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കാതെ ഇവിടെയും പരലോകത്തും വിജയമില്ല എന്നുള്ളത് സത്യവിശ്വാസി തിരിച്ചറിഞ്ഞവനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ജീവിതത്തിൽ അള്ളാഹു മൂസയെ ആദരിച്ചതും ബഹുമാനിച്ചതും വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മൾ കണ്ടവരല്ലേ, നമ്മൾ ഓതിയവരല്ലേ. എങ്ങനെ അള്ളാഹു ആദരിച്ചവൻ? വലഖദ് മനന്ന അലൈക മർറതൻ ഉഖ്റ, അള്ളാഹു കാരുണ്യം കൊണ്ട് മൂസാ അലൈഹി സ്വലാമിനെ പൊതിഞ്ഞത് വളരെ വിസ്മയകരമായി നമ്മൾ ഓതിപ്പോയ ആയത്തുകളാണ്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു സ്വഭാവം പറഞ്ഞു. പടച്ചവനോട് ഇങ്ങനെ റഹ്മത്തിനെ ചോദിക്കുന്നവനായിരുന്നു മൂസാ നബി എന്നുള്ളത്. അള്ളാഹിനോട് റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. റഹ്മത്ത് ഒരുപാട് കടാക്ഷിക്കപ്പെട്ടവനാണ് മൂസ. പക്ഷെ മൂസാ നബി പറഞ്ഞു, റബ്ബി ഗഫിർലി വലി അഖി, റബ്ബേ എനിക്ക് പുറത്തരണേ, എൻ്റെ സഹോദരന് പുറത്തു കൊടുക്കണേ. വഅദ്ഖിൽനാ ഫീ റഹ്മതിക വഅൻത അർഹമുർ റഹീമീൻ, റബ്ബേ നീ നിന്റെ റഹ്മത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണേ. കാരണം നീ അർഹമുർ റഹീമീനാണ്, അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണ്. നിന്റെ കാരുണ്യത്തിൽ റബ്ബേ നീ ഞങ്ങളെ നിലനിർത്തണേ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകളും നമ്മൾ എന്ത് എടുത്തു വായിക്കേണ്ടതുണ്ട്. ഈ ഖുതുബയിൽ ഒരു പ്രസക്തമായ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, വഅദ്ഖിൽനീ ബിറഹ്മതിക്, റബ്ബേ നിന്റെ കാരുണ്യത്താൽ, നിന്റെ കരുണയാൽ നീ എന്നെ പ്രവേശിപ്പിക്കണേ. എവിടേക്ക്? ഫി ഇബാദിക സ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ നിന്റെ ദാസർ, നിന്നെ സ്മരിക്കുന്ന, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന, സൽക്കർമ്മം ചെയ്യുന്ന നിന്റെ ഇബാദുകളുണ്ടല്ലോ, ആ ഇബാദുകളിൽ നിന്റെ കാരുണ്യം കൊണ്ട് റബ്ബേ നീ എന്നെ പ്രവേശിപ്പിക്കണേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ അള്ളാഹു കാരുണ്യം കൊണ്ട് കടാക്ഷിച്ചത് അപ്പോഴൊക്കെ കുറേ കേട്ടതാണ്, വായിച്ചു പോയതാണ്. നബിയുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ നിറയപ്പെട്ടതാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിരന്തരം റബ്ബിനോട്, റബ്ബേ റഹ്മത്ത് ചെയ്യണേ, റബ്ബേ എനിക്ക് റഹ്മത്ത് നൽകണേ. നിന്റെ റഹ്മത്തില്ലാതെ വേറെ ആര് എന്നോട് കരുണ കാട്ടിയാലും, വേറെ ആരെന്നോട് ദയ കാണിച്ചാലും, വേറെ ആരെന്നോട് അലിവ് കാണിച്ചാലും റബ്ബേ അതൊന്നും എനിക്ക് പോരാ. കാരണം നിന്റെ കാരുണ്യത്തോളം അതൊന്നും വരുന്നതല്ല. തുഗ്നീനി ബിഹ അൻ റഹ്മ മൻ സിവാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നുവെന്നാണ്. എല്ലാ സർവ്വചരാചരങ്ങളും അള്ളാഹുവിനോടാണ്, റഹ്മത്തിനെയാണ് തേടിയത്. റബ്ബിൻ്റെ കാരുണ്യം, റബ്ബിൻ്റെ ദയ, റബ്ബിൻ്റെ അലിവ്, അതൊരു മഹാ അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമാ, എല്ലാറ്റിനെ പറ്റിയും അറിയുന്ന, എല്ലാ അവസ്ഥകളെയും അറിയുന്ന, എല്ലാ സർവ്വചരാചരങ്ങളെ സംബന്ധിച്ചും അറിവുള്ള റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറ, റബ്ബേ നീ എത്ര അനുഗ്രഹങ്ങൾ കൊണ്ട് വിശാലനാണ്, എല്ലാ കാര്യങ്ങളിലും അറിവും കാരുണ്യവും കൊണ്ട് റബ്ബേ നീ നിറഞ്ഞു നിൽക്കുന്നവനാണ്. നീ ഞങ്ങളുടെ തിന്മകൾ പുറത്തു നൽകുന്നവനാണ്, ഞങ്ങളുടെ തിന്മകളെ മറച്ചു വെക്കുന്നവനാണ്. എത്ര തിന്മ ചെയ്തിട്ടും ലോകത്തെ നമ്മൾ ഇതുവരെ ലഭ്യരല്ല. അപ്പം നമ്മളെ പരിഹസിച്ചിട്ടില്ല. നമ്മൾ ചെയ്ത തിന്മകൾ പലതും അള്ളാഹു മൂടി വെച്ചതാണ്, അത് റബ്ബിൻ്റെ റഹ്മത്താണ്. നമ്മൾ ചെയ്തു വച്ച പല തിന്മകളും അള്ളാഹു പുറത്തു തരുന്നു എന്നുള്ളത് റബ്ബിൻ്റെ റഹ്മത്താണ്. മാത്രവുമല്ല അള്ളാഹു അവൻ്റെ അർശിൽ രേഖപ്പെടുത്തി, അവൻ്റെ അർശിൻ്റെ മുകളിൽ റബ്ബ് എഴുതി വെച്ചു. റബ്ബേ നീ എഴുതി വെച്ചവനാണ്,
ഇന്ന റഹ്മത്തി സബഖത്ത് ഖലബി, എൻ്റെ കോപത്തെ എൻ്റെ റഹ്മത്ത് ഇതാ അതിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ റബ്ബേ നിന്റെ റഹ്മത്തിന് പാത്രീഭൂതരാകാൻ റബ്ബേ നീ ഞങ്ങളെ കടാക്ഷിക്കണേ, റബ്ബേ നീ തൗഫീക്ക് നൽകണേ. വിശുദ്ധ ഖുർആനിൽ റബ്ബേ നീ വിളിച്ചു പറയുന്നു, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തിന്മ കാണിച്ചവർ, സ്വന്തത്തോട് അക്രമം കാണിച്ച എൻ്റെ അടിമകളെ, തെറ്റ് ചെയ്ത എൻ്റെ അടിമകളെ, ദ്രോഹം കാണിച്ച എൻ്റെ അടിമകളെ, ലാ തഖ്നുതു ബിർറഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവണ്ട. പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും പല ദുരിതങ്ങളും നമ്മളെ വലയം ചെയ്യുമ്പോൾ, തിന്മകൾ ഇങ്ങനെ മുങ്ങി നിൽക്കുമ്പോൾ ഒരിക്കലും റബ്ബ് അവൻ്റെ റഹ്മത്തിനെ കൊണ്ട് കടാക്ഷിക്കൂല എന്ന് വിചാരിക്കണ്ട. റബ്ബ് പറഞ്ഞു, എൻ്റെ ദാസരെ എൻ്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാവണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തിന്മകളും അല്ലാഹു പൊറുക്കുന്നവനാണ്. എല്ലാ പാപങ്ങളും ഇതുവരെ തമ്മാടിയായി ജീവിച്ചവനാണോ, ഇതുവരെ റബ്ബിന്റെ റഹ്മത്തിനെ തിരിച്ചറിയാതെ തോന്നിയ പോലെ ജീവിച്ചവനാണോ, റബ്ബ് പറയുന്നു നിരാശരാവണ്ട, എൻ്റെ റഹ്മത്ത് വിശാലമാണ്, എല്ലാ തിന്മകളെയും ഞാൻ പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ആയത്തിന്റെ അവസാന ഭാഗം അവരങ്ങേയറ്റം പൊറുക്കുന്നവനാ, അവരങ്ങേയറ്റം മാപ്പ് നൽകുന്നവനും അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനുമാണ്. മനുഷ്യന്മാർക്ക് ആ ക്വാളിറ്റി ഇല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം മറക്കും, എല്ലാം പൊറുക്കും. കാരുണ്യത്തിന്റെ കടാക്ഷങ്ങളാൽ അല്ലാഹു അവൻ ആദരിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. റബ്ബിനോട് ചോദിക്കുക, റബ്ബിനോട് തേടുക. ആകാശങ്ങളിൽ നിന്ന് അല്ലാഹു മലർക്കെ തുറന്നു തരുന്നത് അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങളാണ്. ഏഴാകാശങ്ങൾക്കും മുകളിൽ, അർശിനും മുകളിൽ നമ്മളൊന്ന് വിളിച്ചാൽ അല്ലാഹു തുറന്നു തരാനിരിക്കുന്നത് അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങളാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. അല്ലാഹുവോട് ചോദിച്ചാൽ മതി, വേറെ ആരോടും ചോദിക്കണ്ട. ഒരു പടപ്പ് വേണ്ട. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ മനുഷ്യരോ മനുഷ്യരല്ലാത്തവരോ കല്ലോ മുള്ളോ ഏലസോ ഒന്നും വേണ്ട. അല്ലാഹ് എന്ന ഒരു വിളി മതി. ഉദ്ഊനി, എന്നെ വിളിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ജവാബ് നൽകും. കാരുണ്യത്തിന്റെ കവാടങ്ങൾ ഞാൻ നിങ്ങൾക്ക് തുറന്നു നൽകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം വഹുവ അർഹമുർ റാഹിമീൻ, റബ്ബ് പറയുന്നു അവൻ എത്ര അർഹമുർ റാഹിം, എത്രമേൽ കാരുണ്യം ചെയ്യുന്നവൻ, നമ്മളെ എത്ര സന്തോഷിപ്പിച്ചവൻ. പല നിമിഷങ്ങളിൽ നമുക്ക് അനുഭവമല്ലേ അല്ലേ, ദുരിതം നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അല്ലാഹ് വിളിച്ചു, പഠിച്ചോനെ എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ ജീവിതത്തിൽ എന്നെ മൂടിയ എൻ്റെ പരീക്ഷണങ്ങൾ എന്ന് വിളിച്ചപ്പോൾ പലതും മാറിപ്പോയത്, പലതും നീങ്ങിപ്പോയത്, ആശ്വാസത്തിൻ്റെ കുളിർമഴ അല്ലാഹു നമ്മുടെ മേൽ വർഷിപ്പിച്ചത് പലതും അനുഭവിച്ചവരല്ലേ. അത് റബ്ബിന്റെ കാരുണ്യമാണ്, അത് റബ്ബിന്റെ മഹാറഹ്മത്താണ്. ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക് ഇന്ന ഫളലഹു കാന അലൈക കബീറാ. റബ്ബ് പറയുന്നു, റബ്ബ് നിന്റെ റബ്ബിൽ നിന്നുള്ള കാരുണ്യം, ആ റബ്ബിന്റെ കാരുണ്യം നിന്റെ മേൽ കബീറ, അത് വലുതാണ്, മഹത്തരമാണ്, നമ്മൾ ആലോചിക്കുന്നതിനും അപ്പുറത്താണ് റബ്ബിന്റെ ഓരോ കാരുണ്യത്തിന്റെ കടാക്ഷവുമെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുക. ഏതൊരു പ്രതിസന്ധി ഘട്ടവും എപ്പോഴും നിലനിന്നിട്ടില്ല, അതിനപ്പുറം എളുപ്പത്തിന്റെ നിമിഷങ്ങൾ പലതും നമ്മൾ അനുഭവിച്ചവരാണ്. സയജ്അലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ, എല്ലാ പ്രയാസത്തിന് ശേഷവും അല്ലാഹു ഒരു എളുപ്പം സമ്മാനിച്ചവനാണ്, ആശ്വാസം നൽകിയവനാ. ഇനിയും ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, പ്രയാസങ്ങളിൽ മനംതൊന്നൊരിക്കലും ദുരിതങ്ങളായി ദുരിതക്കയങ്ങളിൽ ഒരിക്കലും മുങ്ങി ജീവിക്കേണ്ടതില്ല. റഹ്മത്തിനെ ചോദിക്കുക, വാനലോകത്ത് നിന്ന് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങി വരും എന്നുള്ളത് റബ്ബിൻ്റെ വാഗ്ദാനമാണ്. നമ്മുടെ വേദനകൾ അവൻ ഒപ്പിയെടുക്കും, നമ്മുടെ പ്രയാസങ്ങൾ അവൻ മാറ്റിത്തരും, നമ്മുടെ അസുഖങ്ങൾക്ക് അവൻ ശിഫ നൽകും, നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾക്ക് അവൻ ആശ്വാസവും സമാധാനവും നൽകും. നമ്മൾക്ക് വേണ്ടുന്ന നന്മകളാകുന്ന എല്ലാം അവൻ നമുക്ക് കനിഞ്ഞു നൽകും. നമുക്ക് പ്രയാസമാകുന്ന, നമുക്ക് ദുരിതമാകുന്നതെല്ലാം അവൻ അവൻ്റെ അടിയിൽ പിടിച്ചു വെക്കും. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു വാതിലടഞ്ഞാൽ അപ്പോൾ വേദനിക്കേണ്ടവനല്ല മനുഷ്യൻ. ഒരു വാതിലടഞ്ഞാൽ അതിനപ്പുറം 1000 വാതിലുകൾ നിന്റെ റബ്ബ് നിനക്ക് വേണ്ടി തുറന്നു തരുന്നു എന്നുള്ളത് നീ മനസ്സിലാക്കണം. കാരണം ഇന്ന റബ്ബക്കും റഊഫുർ റഹീം, നിന്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് ഏറെ റഊഫാൻ, ദയയുള്ളവനാണ്, ഏറെ റഹീമാൻ, ഏറെ കാരുണ്യമുള്ളവനാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ
അങ്ങനെ പറഞ്ഞു പോയെന്ന ആയത്തുകൾ ഓതിയാൽ തീരൂല, അത് വിശദീകരിച്ചാൽ സമയം മതിയാവൂല. എന്തിനാ റബ്ബ് അത്രമേൽ അതിനെങ്ങനെ വിശദീകരിക്കുന്നത്? റബ്ബ് റഹ്മാനാണ് എന്നറിയിക്കാൻ. പല പ്രതിസന്ധികളും വരുമ്പോൾ, പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ, അസുഖമാകാം, മക്കളില്ലാത്ത അവസ്ഥകളാകാം, അതല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങളാകാം, സാമ്പത്തികമായ തകർച്ചകളാകാം, ദുനിയാവാൻ പല പരീക്ഷണങ്ങളും അള്ളാഹു നമുക്ക് നൽകുമ്പോഴും ഒന്നാലോചിക്കുക, ആ നിമിഷങ്ങളിൽ നിനക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, നിനക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കുന്നു. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. നിന്റെ പരിശ്രമങ്ങളിൽ അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകുന്നു. ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക. നിന്റെ ക്ഷമകളിൽ അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. നിന്റെ പരീക്ഷണങ്ങളിൽ നീ റബ്ബിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക. ആ പരീക്ഷണങ്ങൾ നിനക്ക് നന്മകൾ വർദ്ധിപ്പിക്കുന്നു, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം വർദ്ധിപ്പിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഒരു സത്യവിശ്വാസിക്ക് ഒരു മുള്ള് തറക്കുന്നത് പോലും, ഒരു കുഞ്ഞു മുള്ള് അവന്റെ ശരീരം വേദനിക്കുന്നത് പോലും അവന്റെ നന്മകൾ രേഖപ്പെടുത്താൻ കാരണമാകുന്നുവെന്നാൽ, നന്മകൾ ഇങ്ങനെ രേഖപ്പെടുത്തുക മാത്രമല്ല, റസൂലുള്ളാഹി ഹദീസ് നിർത്തിയത് എങ്ങനെയാണ്? അവന്റെ ജീവിതത്തിൽ ഒരു തിന്മ മായ്ക്കപ്പെടാൻ ആ വേദന നിമിത്തമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്താണ്. റഹ്മത്തൻ മിർ റബ്ബിക് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. നിന്റെ റബ്ബിൽ നിന്നുള്ള കാരുണ്യം, അവൻ അങ്ങേയറ്റം കേൾക്കുന്നവനാണ്, അങ്ങേയറ്റം അറിയുന്നവനാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അമ്മാ ബഅദു. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാ ചരാചരങ്ങളിലും പ്രകടമാണ്, അത് ഏറെ വിശാലമാണ് എന്നാണ് വിശുദ്ധ ഖുർആന്റെ ഒരുപാട് ആയത്തുകളിൽ അവൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് റബ്ബ് വിശദീകരിക്കുമ്പോൾ വളരെ വ്യക്തമായി അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. റഹ്മാൻ എന്നും റഹീം എന്നും റഊഫ് എന്നും ഒക്കെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അവൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയെ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. അത് മനസ്സിലാക്കി കൂടുതൽ അവരിലേക്ക് നന്ദിയുള്ളവരായി തീരാൻ റബ്ബ് നമ്മളെ കൂടുതൽ നമുക്ക് നൽകുന്ന വശീയത്തുകളാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു രേഖപ്പെടുത്തി വച്ച കാരുണ്യമെന്ന് പറയുന്നത് അവൻ്റെ കാരുണ്യത്തിൻ്റെ 100-ൽ ഒരു അംശം മാത്രമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിശദീകരിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു റഹ്മത്തിനെ 100 ഭാഗങ്ങളാക്കി. ആ 100-ൽ 99 അള്ളാഹു അവൻ്റെ അരികിൽ പാത്തുവെച്ചു, അവൻ്റെ അരികിൽ റബ്ബ് അതിനെ പിടിച്ചു വെച്ചു. 1% മാത്രമാണ് ഭൂമിയിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചത് എന്നാണ്. അതാണ് സൃഷ്ടിജാലങ്ങൾ പരസ്പരം കാണിച്ചു കൊണ്ടിരിക്കുന്ന ദയയും കാരുണ്യവുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഭൂമിയിലുള്ള നമ്മുടെ മേൽ ആകാശത്തുള്ളവൻ കരുണ ചൊരിയാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഉപദേശിച്ചത് എന്താണ്? നിങ്ങൾ പരസ്പരം കരുണ കാണിക്കണമെന്നാണ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളുടെ മേൽ കരുണ കാണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭൂമിയിലുള്ളവർ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കുക. അവരോടാണ് ലോകത്തെ എല്ലാവർക്കും ചാരിറ്റി ചെയ്യാൻ ആൾക്കാരുണ്ടാവും. സ്വന്തം മാതാപിതാക്കളോട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ്, നല്ല സ്വഭാവം പ്രകടിപ്പിച്ച് അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ്? വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിൻ്റെ ഏറ്റവും നല്ല എളിമയുടെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കണമെന്നാണ്. നല്ല മുഖപുഞ്ചിരി, നല്ല പുഞ്ചിരിയോടുകൂടി, നല്ല മൃദുല സമീപനത്തോടുകൂടി, നല്ല സ്വഭാവത്തോടുകൂടി മാതാപിതാക്കളോട് പെരുമാറണമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കളോട് മാത്രമല്ല, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം എന്നറിയുമ്പോൾ ഭൂമിയിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരാണ്, നമ്മുടെ ഇണകളാണ്, നമ്മുടെ മക്കളാണ്. അവരോട് നല്ല സ്വഭാവം കാണിക്കുക, അവരോട് നല്ല രൂപത്തിൽ സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഇടപഴകുക. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. സ്നേഹവും കാരുണ്യവും അള്ളാഹു നിങ്ങൾക്കിടയിൽ അള്ളാഹു ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യകാലം നല്ലോണം ഉണ്ടാവും, പക്ഷേ ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ സ്നേഹം കുറഞ്ഞു പോകുന്ന നിമിഷങ്ങളുണ്ടാവും. പക്ഷേ അപ്പോഴും ബാക്കിയാകുന്നത് റഹ്മത്താണ്. റഹ്മത്ത് ഒരിക്കലും തീരൂല. ആ അനുകമ്പയും ദയയും മക്കളോടും ഇണകളോടും കാണിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. ഒരാൾ സ്നേഹം കുറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്ന് പരാതി പറഞ്ഞു, തൻ്റെ ഭാര്യയുടെ ഇഷ്ടം കുറഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ അവളെ തലാഖ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ കുല്ലുൽ ബുയൂതി തുബ്ന അലൽ ഹുബ്ബ്. എല്ലാ വീടുകളും സ്നേഹത്തിൻ്റെ മേൽ പടുത്തുയർത്തപ്പെട്ട വീടുകളല്ല. എപ്പോഴും സ്നേഹം അവിടെ നിറഞ്ഞു നിൽക്കണമെന്നില്ല, പക്ഷേ കാരുണ്യം,
റഹ്മത്ത്, ദയ, അത് എന്നും നിലനിൽക്കേണ്ട കാര്യമാണ്. റഹ്മത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവളെ ആശ്വസിപ്പിക്കാനും മക്കൾക്ക് താങ്ങും തണലുമാകാനും കുടുംബത്തിലുള്ളവർക്ക് എപ്പോഴും അവരോട് കരുണ ചെയ്യാനും ഒക്കെയുള്ള മെന്റാലിറ്റിയെ കൊണ്ടുവരണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ലോകത്ത് മുഴുവൻ നന്മകൾ ചെയ്യാനും കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാനും ആളുകൾ അങ്ങ് തിക്കും തിരക്കും കൂട്ടുമ്പോൾ സ്വന്തം കുടുംബങ്ങളോടുള്ള നമ്മുടെ സമീപനങ്ങൾ എന്താണ് എന്നുള്ളത് ആലോചിക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തു അഹദൻ, ഞാൻ എൻ്റെ ലൈഫിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കാന അർഹമ ബിൽ ഇയാലി മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോളം കുടുംബത്തിനോട് റഹ്മത്ത് ചൊരിയുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കിടയിൽ സ്നേഹവും കാരുണ്യവും പരന്നൊടുകട്ടെ, കുടുംബങ്ങളിൽ അതെല്ലാം നിറഞ്ഞു നിൽക്കട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളൊക്കെ ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങളുമായി സജീവരാണ്. മാത്രവുമല്ല പല പ്രൊജക്റ്റുകളും പല നടപടികളും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ എന്നും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പൗരന്മാർക്കും ഇവിടെ താമസിക്കുന്ന ആളുകൾക്കുമെല്ലാം അവരൊക്കെ ഒരുപാട് നല്ല നന്മകളിൽ മുന്നേറുന്നവരാണ്, മുഹ്സിനീങ്ങളാണ്. മുഹ്സിനീങ്ങളോട് അള്ളാഹുവിൻ്റെ കാരുണ്യം ഏറ്റവും അടുത്തു നിൽക്കുന്നുവെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. നമസ്കരിക്കുക, സക്കാത്ത് നിലനിർത്തുക, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക, നിങ്ങളുടെ മേൽ കരുണയുണ്ടാകുമെന്നാണ്. അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കുക, മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു ചൊരിയുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൽ കടാക്ഷിക്കുന്നവരിൽ എന്നും നമ്മളെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. പല അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അള്ളാഹു അവരുടെ അസുഖങ്ങളെ ശിഫയാക്കി കൊടുക്കണേ. അതിൻ്റെ ഭാരിച്ച ചെലവുകളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, റബ്ബേ അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ. വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് റബ്ബേ നിന്റെ കാരുണ്യത്തിൻ്റെ കവാടം തുടർന്നു കൊടുക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ. അള്ളാഹുവെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്യണേ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ റഹിംതഹു വശറഹ്ത സദ്റഹു വയസ്സർത അംറഹു വഗഫർത ദംബഹു യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ജഅൽനാ ബിക മുഅ്മിനീൻ വലക ആബിദീൻ വഫീമാ ബൈനനാ മുതറാഹിമീൻ വബിവാലിദീനാ വാരിൻ വർഹംഹും കമാ റബ്ബൗനാ സിഗാറ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹം അംവാതനാ യാ റഹ്മാൻ وعاملهم برحمة والإحسان واملأ قبورهم رحمة وجعل حسابهم رحمة وثقل موازينهم برحمتك وادخلهم الجنة بالمنة. اللهم احفظ دولة الإمارات وتولها برعايتك وحدها بعنايتك يا رب العالمين. اللهم احفظ بحفظك الشيخ محمد بن زايد الرئيس الدولة وأدم عليه لباس السداد والحكمة ووفقه ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات. اللهم يا واسع الرحمة ويا عظيم المنة اسقنا الغيث ولا تجعلنا من القانتين. اللهم أغثنا، اللهم أغثنا، اللهم أغثنا. اللهم إنا نستغفرك إنك كنت غفارا فأرسل السماء علينا مدرارا. اللهم اسقنا غيثا مغيثا هنيئا مريئا تحيي به البلاد وترحم به العباد وتجعله قوة وبلاغا إلى حين. اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.